നല്ലൊരു അടിപൊളി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കേക്കുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. എഗ്ലെസ് കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല മോയിസ്റ്റി കേക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളൊരു 1/2 ടീസ്പൂൺ മാത്രമേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ട് തന്നെയുള്ള കേക്കാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ ഒപ്പൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണേ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് പെട്ടെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് നമ്മൾ മുട്ട ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പകരമായിട്ട് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പാല് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാറ്റി വെക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിയില്ല, ക്യാമറ എങ്ങനെ തിരിഞ്ഞു പോയി, ഞാൻ ഇങ്ങനെ എടുത്തു പോയി എന്ന് തോന്നുന്നു, അറിയില്ല എന്താ പറ്റിയെന്ന്. അപ്പോൾ എന്തായാലും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1/2 ടീസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 കപ്പ് മൈദയും കൂടെ നന്നായി മിക്സ് ചെയ്ത് 2-3 തവണ അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മളൊരു 200 മില്ലി ആണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ കേക്ക്. അതിനോടൊപ്പം ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 കപ്പ് നമുക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിപ്പോൾ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ പകുതി ആയിട്ട് ചേർക്കാം. ഞാനിപ്പം 1/4 കപ്പ് വീതം എടുത്തിട്ടാണ് ചെയ്ത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച നമ്മുടെ മൈദ മിക്സ് 2-3 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ കട്ട നന്നായിട്ട് മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 തവണയായിട്ട്, അതിപ്പോൾ എല്ലാ കേക്കിനായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2-3 ബാച്ചായിട്ട് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ആദ്യത്തെ ഒരു ബാച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ബാറ്റർ നമുക്ക് അല്പം തിക്കായി വരും. അപ്പം നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന നമ്മുടെ പാലിൽ വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ആക്കി വെച്ചിരുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഒരു പകുതി ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈദ മിക്സ് ചെയ്യാനുണ്ട് ബാക്കി. അപ്പോഴേക്കും വീണ്ടും നമുക്ക് ബാറ്റർ ലൂസായി വരും. അപ്പം നമുക്ക് മൈദ വീണ്ടും ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേ ഞാൻ ആ ബട്ടർ മിൽക്ക് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ മൈദ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3 ബാച്ചായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും മിക്സ് ചെയ്തെടുത്തു. ഇനി ബാക്കി വന്ന് നമ്മുടെ ബട്ടർ മിൽക്ക്, അത് 2 തവണയായിട്ടായിരുന്നു മിക്സ് ചെയ്തത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 തവണയായിട്ട് നമ്മുടെ മൈദ ചേർത്ത് ഇതേപോലെ ലാസ്റ്റ് ബാച്ച് മൈദയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഇനി തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിത് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അല്പം പിസ്ത, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, പംകിൻ സീഡ് ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു മൈദയിൽ കോട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ എല്ലാം താഴേക്ക് പോയി കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൈദ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 ടീസ്പൂൺ മൈദ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് ഡിഷ് എണ്ണ തടവി ബട്ടർ പേപ്പർ ഇട്ട് വെച്ച് അതിൻ്റെ മേലെ ഒരു ഇത്തിരി എണ്ണ തടവി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ തടവിയതിന് ശേഷം ഒരല്പം മൈദ തൂവി എക്സ്ട്രാ വരുന്ന മൈദ തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ബാറ്ററൊക്കെ നമുക്ക് നന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് തട്ടിക്കൊടുക്കുക. കുറച്ച് നട്ട്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഡെക്കറേഷന് പോലെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. എപ്പോഴും ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ തീയിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ 35 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. 35 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ഇത്തിരി ബിസി ആയിപ്പോയി. അപ്പോൾ സൈഡൊക്കെ അത്യാവശ്യം ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. 35 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിക്കിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബേക്ക് ആയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ എൻ്റെത് ഓൾറെഡി ബേക്കായി എന്നറിയാൻ കാരണം സൈഡൊക്കെ ഒന്ന് ഇത്തിരി ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോക്കാൻ ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്ന് താഴേക്ക് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ആറുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ചൂടോടുകൂടി മാറ്റരുത്, മുറിക്കുകയും ചെയ്യരുത്. ഒരല്പമെങ്കിലും ചൂട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ ലൈറ്റ് ചൂടൊക്കെയുള്ള സമയത്തേക്ക് ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റി ഇനി കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലൈറ്റ് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കേക്കാണെങ്കിലും നന്നായി ആറിയതിന് ശേഷം മുറിക്കുന്നതും കഴിക്കുന്നതാണ് ടേസ്റ്റ്. അതല്ല ഒരു ദിവസം വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്ന് ഉണ്ടാക്കി നാളെ കഴിക്കുന്നതാണ്. ഏത് കേക്കിനായാലും നമുക്കതിൻ്റെ ശരിയായ രുചി കിട്ടുന്നത് നാളെ തന്നെ കഴിക്കുമ്പോഴാണ്. പക്ഷേ എന്തായാലും ഇവിടെ ഇപ്പോൾ അങ്ങനെ പറ്റാറില്ല. എനിക്ക് ഉണ്ടാക്കി അപ്പം തന്നെ മുറിച്ച് കൊടുക്കേണ്ടി വരാറുണ്ട് മോനൊക്കെ. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു ലൈറ്റ് ചൂടുള്ളപ്പോൾ തന്നെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവില്ല, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കിടുക്കൻ കേക്ക്, മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ടാണെങ്കിലോ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഒക്കെ ചേർത്തതുകൊണ്ട് ഒരുപാട് മധുരം ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഒരളവ് മധുരം കറക്റ്റാണ്. നമുക്ക് ടീ ടൈം കേക്കായിട്ടൊക്കെ കഴിക്കാൻ കറക്റ്റ് പാകമാണ്. ഒരുപാട് മധുരമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.